രക്തസാക്ഷി വിവാദത്തിന്റെ പേരിൽ CPM പുറത്താക്കിയ കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ വിശദീകരണം നൽകാൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നാളെ മാധ്യമങ്ങളെ കാണും. ധനരാജ് രക്തസാക്ഷി ഫണ്ടിലെ കണക്കുകൾ അവതരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. വി കുഞ്ഞികൃഷ്ണന്റേത് പ്രാദേശിക വിഷയം മാത്രമെന്ന് MV ഗോവിന്ദൻ. ഓരോ ദിവസവും കുഞ്ഞികൃഷ്ണന് മറുപടി നൽകാൻ കഴിയില്ല. നിങ്ങൾ കുഞ്ഞികൃഷ്ണൻ എന്ന് ജപിച്ചോളൂ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി വ്യക്തമാക്കിയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അതിന് പിറകെ ഒന്നും പറയാനില്ല. കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഓരോ ദിവസം മറുപടി പറയാൻ ഈ ജാതകം ഉത്തരവാദിത്വം. കുഞ്ഞികൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യവുമില്ല. ഞങ്ങളത് പറയേണ്ടത് പയ്യന്നൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയേണ്ടതുണ്ടെങ്കിൽ അവിടെ പറയാം. അത് പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി. അവിടെ ഉള്ള കാര്യം അവിടെ പരിഹരിച്ചു പോകും. പാർട്ടി അടിസ്ഥാനത്തിലാണ് CPM ആളുകളെ സംരക്ഷിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ശബരിമലയിൽ സ്വർണം കട്ട കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും CPM തയ്യാറായിട്ടില്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ഇതിൽ CPM നേതൃത്വത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ്. മുഖ്യമന്ത്രിയാണ് ആത്യന്തികമായിട്ട് ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഒരു കാര്യം ജനങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഈ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്ന CPMന്റെ നേതാക്കന്മാർ, പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവർക്കെതിരെ CPM പാർട്ടി ഇത്രയേറെ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന്, പ്രതിപക്ഷത്തിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഉയർന്നിട്ടും ഇതുവരെയും അവരുടെ പേരിൽ കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അവർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പിറ്റേ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ടക്കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഒരു അച്ചടക്ക നടപടിയുടെ തെല്ലെങ്കിലും സ്വീകരിക്കാൻ CPM നേതാക്കന്മാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് അന്വേഷണത്തിൻ്റെ ഈ മന്ദഗതിയിലുള്ള പോക്ക്. അതിലെ വിശ്വാസ സമൂഹം, ജനങ്ങൾ ഉത്കണ്ഠയുള്ളവരാണ്. ആ ഉത്കണ്ഠയോടൊപ്പം, ആശങ്കയോടൊപ്പം, പ്രതിഷേധത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടിയും ചേരുകയാണ്. കളമശ്ശേരി സീറ്റിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനോ ലീഗ് നേതാവ് മുഹമ്മദ് ഷായോ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ഗുരുവായൂർ, പട്ടാമ്പി സീറ്റുകൾ പരസ്പരം കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള നീക്കത്തിൽ കടുത്ത ആശയക്കുഴപ്പം തുടരുകയാണ്. എന്നാൽ കോങ്ങാട്, പുനലൂർ സീറ്റുകളിൽ മാറ്റമുണ്ടാകും. 25 മണ്ഡലങ്ങളിൽ പാർട്ടി ചിഹ്നത്തിലും 2 സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിക്കാനാണ് ലീഗ് നീക്കം. കോൺഗ്രസുമായുള്ള ആദ്യ ചർച്ചകളിൽ തന്നെ ഇക്കാര്യത്തിൽ ധാരണയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് 27 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ഇതിനോടകം തന്നെ ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ തവണയും 27 സീറ്റിൽ ലീഗ് മത്സരിച്ചിരുന്നു. അതിൽ 2 ഇടങ്ങളിൽ സ്വതന്ത്ര ചിഹ്നത്തിലായിരുന്നു മത്സരിച്ചിരുന്നത്, പേരാമ്പ്രയിലും അതുപോലെ തന്നെ കുന്നമംഗലത്തും. സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെയും സാഹചര്യങ്ങൾ. കൂടുതൽ സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ 25 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിലും 2 ഇടങ്ങളിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലീഗിനുള്ളിൽ തന്നെ ധാരണയായിരിക്കുന്നത്. UDF-ൽ ധാരണയായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സീറ്റ് വെച്ചുമാറ്റത്തിന്റെ കാര്യത്തിൽ ഇനിയും ധാരണകൾ വരേണ്ടതുണ്ട്. കളമശ്ശേരിയും കൊച്ചിയും വെച്ചുമാറില്ല എന്ന കാര്യത്തിലും ഏകദേശം ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. കളമശ്ശേരിയിൽ മുൻ മന്ത്രി അന്തരിച്ച ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂർ ആയിരിക്കും മത്സരിക്കുക. അതല്ലെങ്കിൽ ലീഗിന്റെ തന്നെ നേതൃനിരയിലുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഈ 2 പേരുകളാണ് അവിടെ സജീവമായിട്ട് പരിഗണനയിലുള്ളത്. ഈ 2-ൽ ആരെങ്കിലും ഒരാൾ കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയാണ് ലീഗിൽ നിന്ന് വരുന്നത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നിരുന്ന പല മണ്ഡലങ്ങളും, തിരുവമ്പാടിയിലും പട്ടാമ്പിയിലും ഒക്കെ ഇനിയും ധാരണയാകേണ്ടതുണ്ട്. ലീഗ് കോങ്ങാടും പുനലൂരും മത്സരിക്കില്ല എന്ന കാര്യത്തിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ലീഗിൻ്റെ താഴെത്തട്ടിലെ ഘടകങ്ങൾ ഈ സീറ്റുകളിൽ മത്സരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ സീറ്റ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ നിലപാടാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുപ്രകാരം ഇത്തവണ കോങ്ങാടും പുനലൂരും ലീഗ് ആയിരിക്കില്ല മത്സരിക്കുക. ഇതിന് പകരം ഏത് സീറ്റ് എന്ന കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പുനലൂരിന് പകരം കൊല്ലം ജില്ലയിലെ മറ്റേതെങ്കിലും സീറ്റാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇരവിപുരമോ അല്ലെങ്കിൽ ചടയമംഗലമോ ആയിരിക്കും ആവശ്യപ്പെടുക. ഇത് സംബന്ധിച്ച് ഒരു ധാരണയാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോങ്ങാടിന് പകരം ഒരുപക്ഷെ ബാലുശ്ശേരിയിലോ ചേലക്കരയിലോ ആയിരിക്കും ലീഗിന് പകരം ഉണ്ടാവുക. ഇതും സംബന്ധിച്ചും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. തിരുവമ്പാടി സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവമ്പാടിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മലപ്പുറം DCC അധ്യക്ഷനായ VS ജോയെ മത്സരിപ്പിക്കണം തിരുവമ്പാടിയിൽ എന്നൊരു ആലോചനയുണ്ട്. പക്ഷേ ലീഗ് നാദാപുരം ലഭിച്ചാൽ മാത്രമേ തിരുവമ്പാടി വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അത്തരത്തിൽ സീറ്റ് കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഇനിയും ചില കാര്യങ്ങൾ കൂടി ധാരണയാക്കാനുണ്ട് എന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. പക്ഷേ പ്രധാനമായിട്ടും
25 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെയും 2 സീറ്റിൽ സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിക്കും എന്ന കാര്യത്തിൽ ഇതിനോടകം തന്നെ നിലപാട് ലീഗ് വ്യക്തമാക്കി. ലീഗും കോൺഗ്രസും ഇക്കാര്യത്തിൽ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. സീറ്റ് വെച്ചുമാറ്റം അത് ഏറെ വൈകാതെ തന്നെ പ്രധാനമായിട്ടുള്ള സീറ്റുകളിൽ ധാരണ ഉണ്ടാകും. പ്രത്യേകിച്ച് പട്ടാമ്പി, തിരുവമ്പാടി, ഗുരുവായൂർ തുടങ്ങി സീറ്റ് വെച്ചുമാറ്റം സാധ്യമായേക്കുന്ന മണ്ഡലങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.